ഹലോ, അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, മുഹറമിൻ്റെ അവധി ആയതുകൊണ്ട് ഇന്ന് സ്കൂളില്ല. രാവിലെ തന്നെ എനിക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഒരുത്തിരിക്കുന്നുണ്ടോ, രാവിലെ തന്നെ എൻ്റെ മടി കയറി വന്നിരിക്കുകയാണ്, ഒരു പണിയില്ലാതെ. വീട്ടിൽ തന്നെയാണ് ഇരിപ്പ് കേട്ടോ. അങ്ങനെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനി രാവിലെ ഉറക്കം എണീച്ചപ്പോൾ തന്നെ നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഇത്രയും ദിവസവും ഇങ്ങനെ രാവിലെ മഴക്കോൾ വന്നിട്ടില്ല. ഇന്നായപ്പോഴാണ് നല്ല മഴക്കോളുണ്ട്. അങ്ങനെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കണം. കണ്ടോ, ചാടാൻ പോണം. അവൻ പോയി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. കണ്ട അവിടെ നിന്ന് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് വരണുണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ വരണത്, നല്ല മഴക്കോളുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കറുമുറ സാധനം കണ്ട അവൻ അപ്പഴേ വേണം. പപ്പടക്കൊതിയല്ല, പപ്പടക്കൊതി. സൗണ്ട് എൻ്റെ കൈ കൊണ്ട് കടിക്കുമോ? മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യണം. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചിട്ടിട്ട് അവൻ തറയിട്ട് കഴിക്കുന്നത്. കണ്ട ഗൈസ്, മഴ നല്ല ഇറച്ചുകൊണ്ട് വരണേ. അങ്ങൊന്നും കാണാൻ പറ്റില്ല, മഴ പെയ്യണുണ്ട്. കണ്ട, അതൊക്കെ നല്ല ബ്ലറല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. മഴ ബാക്കി ഇറങ്ങുന്നത് ഗൈസ്, നല്ല മഴ. ഇത്രയും ദിവസം മഴ ഇല്ലായിരുന്നു. മുഹറമായിട്ട് എവിടെയെങ്കിലൊക്കെ പോവാന്ന് വിചാരിച്ചിരുന്ന അപ്പം മഴ പെയ്യും. പറഞ്ഞപ്പോ കുറഞ്ഞു മഴ, പറഞ്ഞപ്പോ കുറഞ്ഞു. നമുക്ക് പോവാം, എവിടെയെങ്കിലൊക്കെ പോവാം. നമുക്ക് ഇന്ന് റീലെടുക്കണം. അപ്പം കഴിച്ചിട്ട് കുറച്ച് തുണി മുക്കി വെക്കാറുണ്ട്. അതും കഴിഞ്ഞിട്ട് താഴെ എൻ്റെ കസിൻ്റെ വീട്ടിലാണ് ഡാൻസ് പഠിക്കാൻ പോകണം. അവിടെ പോയിട്ട് ഡാൻസ് പഠിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചക്ക് നമുക്ക് ഞാൻ പറയാനായിട്ടിട്ട് മഴ പോയി. മഴ ഇല്ല, മഴ നിന്ന് ശരിക്കും. അങ്ങ് മാത്രം മഴ പെയ്യുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റും. ഒരുത്തൻ പപ്പടം തിന്നിട്ട് ഇവിടെ ഇരുന്ന്, ഇവിടെ അമ്മ പപ്പടം പൊരിക്കണതിന്റെ സൗണ്ട് കേട്ടാ അപ്പൊ ഓടിയെത്തും. വേണ്ട പിരികത്തൊക്കെ ഇരിക്കും. ഇഷ്ടമുള്ള സാധനം എനിക്ക് അവൻ കഴിക്കും. ഒരു പപ്പടം ഫുള്ളായിട്ട് തിന്ന്, നേരത്തെ ഒരു പപ്പടം തിന്ന്, എന്നിട്ടാണ് ഇപ്പോഴും തിന്നണത്. കൊടുത്താൽ പോലും കഴിക്കൂല. ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാല് മീന്, ഇതുപോലെ പപ്പടം, തേങ്ങ, പിന്നെ തേങ്ങ, കറുമുറ സാധനങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, കാറ്റടിച്ച് കേക്ക് പോലും കഴിക്കൂല. കാർമേഘത്തിനെ കാറ്റടിച്ചുകൊണ്ട് പോയി. വെട്ടം വരുന്ന കാർമേഘം പോയല്ല, പോയിക്കൊണ്ടിരിക്കണം. ഇത്രയാണ്. കാറ്റുണ്ട് ഇവിടെ. വൈകുന്നേരം സമയത്തൊക്കെ ഉണ്ടല്ലോ, ഒരു കട്ടൻ ചായയൊക്കെ കൊണ്ട് വന്നിട്ട് ഇങ്ങനെ നിന്നാൽ നല്ല കാറ്റൊക്കെയാണ് കേട്ടോ. ഇപ്പോഴും നല്ല കാറ്റുണ്ട്, നല്ല സുഖമാണ് ഇവിടെ വന്ന് നിൽക്കാനായിട്ടൊക്കെ. ഒരു റിലാക്സേഷൻ കിട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നിൽക്കാം, സെറ്റാണ്. നമ്മൾ ഇവിടുന്ന് ടെറസിൽ കയറിയിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഇത് ചില സമയത്ത് മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മലയൊക്കെ കാണാൻ പറ്റും. അത് കണ്ട അത് മലയാണ്. പിന്നെ ഒരു സംഭവമുണ്ട്, ഇതുകൊണ്ട് അത് പണ്ടത്തെ ആൾക്കാരുടെ എന്താ നൊസ്റ്റാൾജിയ സാധനം. ദൂരദർശനാണ് അത്. ദൂരദർശൻ കേന്ദ്രത്തിന്റെ ടവർ. അതെ, ദൂരദർശൻ കേന്ദ്രത്തിന്റെ ടവറാണ് കൊടപ്പനക്കുന്ന്. നമ്മളിവിടെ നിന്ന് നമുക്ക് ഫുള്ള് കാണാനൊക്കെ പറ്റും. കണ്ട, തിരുവനന്തപുരം ദൂരദർശൻ. നല്ല രസമാണ് ഇവിടെ വൈകുന്നേരമൊക്കെ വന്ന് നിൽക്കുമ്പോൾ. ഇവിടെ ടെറസിൽ നിന്നപ്പോഴാണ് ഒരാളെ കണ്ടത്. ഇവിടെ എപ്പോഴും കിങ് ഫിഷർ വരും കേട്ടോ. കൊത്തിത്തരോ എന്തോ വെച്ച് നോക്കിക്കൊണ്ടിരിക്കണ്. ഇവിടെ നമ്മൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് കസിൻ്റെ വീട്ടിൽ വന്നു. നമ്മൾ റീൽ എടുത്ത് ഇവിടെ അവരോരോ ചാലഞ്ചുകൾ ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ ഒന്നും
സാന്ദ്ര ചേച്ചി പുഷപ്പ് എടുക്കും. എന്റെ ചേട്ടൻ കാണിച്ചു തരാം. പുഷപ്പ് എടുക്കാൻ പോണ്. അവിടെ കണ്ട ഗൈസ് ഒരു മരം കയറിയ കണ്ടോ? അതാണ് എപ്പു. പുഷപ്പ് എടുക്കാണ് ഗൈസ്. പുഷപ്പ് എടുത്തതിന്റെ പാടാണിത്. ഒന്നുകൂടി ചെയ്യോ? അതെന്താ പാന്റ് മടക്കി വെച്ച് എന്തോ കാര്യമായിട്ട് ചെയ്യാൻ പോവാണ്. അതാണ് സാന്ദ്ര ചേച്ചി. സാന്ദ്ര ചേച്ചി. ഇത് അച്ചു ചേട്ടൻ. ചേട്ടനെ അറിയാം, ചേട്ടൻ ഫേമസ് അല്ലേ? എന്താണിത്? അപ്പൊ നമ്മളെ അശ്വതി ചെയ്യാൻ പോന്നു. അത് തൂത്ത് കളഞ്ഞിട്ട് ചെയ്താൽ മതി. മണ്ണില്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ. അത് നോക്ക്, പാവന്റെ ചെറുക്കൻ്റെ കൈ. എൻ്റെ കൈയൊക്കെ ചുവന്ന് 100 ഫസ്റ്റ് പറഞ്ഞ പറ്റും അച്ചുവിന് പറ്റും. അച്ചു 99 ഉള്ളത്, ഒന്നും കൂടെ 100 ആവേ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഗ്രാസിയാസ്. ടാറ്റ പറ. ടാറ്റ.